നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തി. ശബരിമല ശ്രീകോവിൽ 1998 സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് ദേവസ്വം ബോർഡ് കണ്ടെത്തിയതോടെയാണ് സ്വർണം ചെമ്പാക്കിയവർക്കെതിരെ തെളിവുകൾ ലഭിച്ചത്. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിന്റെ രേഖകളാണ് കണ്ടെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഫയൽ മുക്കിയതാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതോടെയാണ് തെളിവുകൾ കണ്ടെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിലാണ് 420 പേജുള്ള നിർണായക ഫയൽ കണ്ടെടുത്തത്. മല്യയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി, ബോർഡിന്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ ഫയലിലുണ്ട്. അന്നത്തെ ശബരിമല ഡെവലപ്മെന്റ് പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CR രാജശേഖരൻ നായർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണ്ണ പൊതിയൽ ജോലികളുടെ വിശദ റിപ്പോർട്ടുകളുമുണ്ട്. പകർപ്പെടുത്ത ശേഷം ഫയൽ SITക്ക് കൈമാറുകയാണ് ചെയ്തത്. ഫയലിലെ രേഖകളിലെ സ്വർണത്തിന്റെ കണക്കുകളുമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ 1564.19 ഗ്രാമും ശ്രീകോവിലിന്റെ വാതിൽപ്പാളിയിലും കട്ടിളകളിലുമായി 2519.760 ഗ്രാം സ്വർണം പതിച്ചിരുന്നതായി ഫയലിലെ രേഖകളിലുണ്ട്. കോവിലിന് ചുറ്റുമുള്ള 8 തൂണുകളിലും വശങ്ങളിലെ പാളികളിലുമായി 4302.660 ഗ്രാം സ്വർണം പതിച്ചു. മേൽക്കൂര പൊതിയാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കുകൾ പുറത്തു വരാനുണ്ട്. നേരത്തെ ദേവസ്വം വിജിലൻസും SITയും പലതവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് ഉദ്യോഗസ്ഥ രേഖകൾ കൈമാറിയിരുന്നില്ല. ഫയൽ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനകളും ഫലം കണ്ടില്ല. ഫയലുകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് SIT മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഫയൽ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് ജീവനക്കാരെ നിയോഗിക്കുകയായിരുന്നു. പലതവണ ഓഫീസ് മാറിയപ്പോൾ ഫയൽ മാറ്റിവെച്ചതാകാമെന്നാണ് ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം. എന്നാൽ അന്വേഷണം മുറുകിയപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റിയതാണെന്നതാണ് നിഗമനം. UB ഗ്രൂപ്പിലെ ചുമതലപ്പെട്ടയാൾ സ്വർണം പൊതിഞ്ഞതായി എഴുതി നൽകിയ കണക്കുകൾ മാത്രമാണ് നേരത്തെ ദേവസ്വം ബോർഡ് കൈമാറിയിരുന്നത്. സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ശബരിമല ഡെവലപ്മെന്റ് പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട മഹസ് രേഖ കിട്ടിയിരുന്നില്ല. ഈ ആധികാരിക രേഖയാണ് ഇന്നലെ കണ്ടെടുത്തത്. അതേസമയം സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാനായി റാന്നി കോടതിയിൽ SIT പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു. ഇത് 3-ന് കോടതി പരിഗണിക്കും. നടപടിക്രമങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പൂർത്തിയാക്കിയത്. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ കോടതിയിൽ SIT ഹാജരാക്കും. 2 കേസിലും പ്രതിയായ മുരാരി ബാബുവിനെ കസ്റ്റഡി കാലാവധിയുടെ അവസാന ദിനമായ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി നീട്ടണമെന്ന് SIT ആവശ്യപ്പെട്ടില്ല. ഇതോടെ പ്രതിയെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് റിമാൻഡിൽ അയച്ചു. തിങ്കളാഴ്ച ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചന. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മേൽക്കൂര മുഴുവൻ സ്വർണം പാകിയ താനാണെന്ന് ഈ വർഷം ജൂണിൽ നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വിജയ് മല്യ വ്യക്തമാക്കിയിരുന്നു. ദൈവവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ എളിയ സംഭാവനകളും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുകളിലും സ്വർണം പതിച്ചു. പുറമെ തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മുൻഭാഗം മുഴുവൻ സ്വർണം പാകി. മൂകാംബിക ക്ഷേത്രത്തിലെ കൊടിമരവും സ്വർണം പൂശി നൽകിയെന്ന് മല്യ എണ്ണിപ്പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളുകൾ ചെമ്പ് പാളുകളായി മാറിയതിലേക്ക് കുറിച്ചുള്ള വിവാദം കത്തിപ്പടരുന്നതിന് ഇടയിലാണ് വിജയ് മല്യയുടെ പോഡ്കാസ്റ്റ് അഭിമുഖം വീണ്ടും വൈറലാകുന്നത്. കഴിഞ്ഞ 9 വർഷമായി മല്യ ഇംഗ്ലണ്ടിലാണ് താമസം. വിവിധ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് 9,000 കോടി രൂപ വായ്പയെടുത്തതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന മദ്യ വ്യവസായി 2016 ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി ഇംഗ്ലണ്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ വർഷം ജൂണിൽ രാജ് ഷമാനിയുമായി നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് വ്യവസായ സാമ്രാജ്യം തകർന്നതിനെ കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചുമൊക്കെ വിജയ് മല്യ വിശദീകരിച്ചത്. 4 ദിവസം കൊണ്ട് ഈ അഭിമുഖം 2,08,00,000 പേരാണ് കണ്ടത്. വഞ്ചന, ക്രിമിനൽ, ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ മല്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കിങ്ഫിഷർ എയർലൈൻസും അദ്ദേഹത്തിന്റെ മറ്റു ചില കമ്പനികളും കോർപ്പറേറ്റ് സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട്. 2010 മുതൽ 2016 വരെ മല്യ
രാജ്യസഭാ അംഗമായിരുന്നു. കാലാവധി തീരുന്നതിന് ഏതാനും മാസങ്ങൾ അവശേഷിക്കെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം നാടുവിട്ടത്.